ഹലോ, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലേൺ IAS അക്കാഡമിയുടെ ഡയറക്ടറാണ്. നമ്മുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനാണ് നമ്മൾ ഏത് ഓപ്ഷനിൽ എടുക്കണം എന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ 3 സ്റ്റേജിലാണ്. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഉണ്ട്. മെയിൻ എക്സാമിനേഷനകത്ത് ടോട്ടൽ 1750 മാർക്സ് ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ റിട്ടൺ എക്സാമിനേഷനാണ്. ആ 1750 മാർക്സിൽ 500 മാർക്സ് നമ്മൾ എടുക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റാണ്. പണ്ട് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനിൽ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. പക്ഷേ ആ ഓപ്ഷനിൽ 2 പേപ്പേഴ്സ് ഉണ്ടാവും, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇവിടെ കുട്ടികളെ അലട്ടുന്ന ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ഓപ്ഷനിൽ എടുക്കണം? ഓക്കെ, ഇനി എന്താണ് ഓപ്ഷണൽ? ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ പല സബ്ജക്റ്റുകളാണ്. ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, മലയാളം ലിറ്ററേച്ചർ, ആന്ത്രപ്പോളജി, ഫിലോസഫി. നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് എടുക്കാം, ഹിസ്റ്ററി എടുക്കാം, മെഡിസിൻ എടുക്കാം. അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. അപ്പം ഈ ഓപ്ഷണൽ സബ്ജക്റ്റിൽ UPSC നിങ്ങളുടെ ഡെപ്താണ് മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ പോലെയല്ല. UPSC ഈസ് ഗോയിങ് ടു ഇവാലുവേറ്റ് യുവർ ഡെപ്ത് ആൻഡ് യുവർ പേപ്പർ ആർ ഗോയിങ് ടു ബി ഇവാലുവേറ്റഡ് ബൈ സബ്ജക്റ്റ് എക്സ്പേർട്സ്. അപ്പോൾ ആ രീതിയിൽ വളരെ ക്രിട്ടിക്കലാണ് ഈ പേപ്പർ. നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓപ്ഷൻസിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇത് UPSC കാറ്റഗറൈസ് ചെയ്യുന്നതൊന്നുമല്ല, നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2. കാറ്റഗറി 1-നകത്ത് വി ക്യാൻ കോൾ ദം പോപ്പുലർ ഓപ്ഷൻസ്. ഉദാഹരണം, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, സോഷ്യോളജി, മലയാളം ലിറ്ററേച്ചർ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫിലോസഫി, ആന്ത്രപ്പോളജി. ഓക്കെ, ഈ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ ഡിഗ്രിക്ക് ഏത് വിഷയം പഠിച്ചാലും നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഈ ഓപ്ഷൻസ് ഒരു 4 to 5 മന്ത്സിൻ്റെ ഫോക്കസ് പ്രിപ്പറേഷൻ ആൻഡ് ഗൈഡൻസ് വഴി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ പോപ്പുലർ ഓപ്ഷൻസ് നമ്മൾ പറയാം. കാറ്റഗറി 2-നകത്ത് ചില സ്പെഷ്യലൈസ്ഡ് ഓപ്ഷണൽസ് ആണ്. വീണ്ടും അങ്ങനെ ഫിക്സഡ് നെയിമൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്നൊരു പേരാണ്. ഉദാഹരണത്തിന് മെഡിസിൻ, ലോ, എക്കണോമിക്സ്, ഹിസ്റ്ററി. ഈ ഓപ്ഷൻസ് നമുക്കൊരു 4 to 5 മന്ത്സിൽ ഒരു ഗൈഡൻസ് കിട്ടി പഠിക്കാൻ എളുപ്പമല്ല. ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, എളുപ്പമല്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? ഈ ഓപ്ഷൻസ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഒരു ജനറൽ ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ അറ്റ് എ ഗ്രാജുവേഷൻ ലെവൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്കണോമിക്സ് ആണ് പഠിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ കാറ്റഗറി 2-ലുള്ള ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ ആയിരിക്കും എടുക്കുക. മെഡിസിൻ, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾ തറവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മെഡിസിൻ ഓപ്ഷൻ എടുക്കാം. പക്ഷേ ഇൻ ജനറൽ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലർ ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി പോപ്പുലർ ഓപ്ഷൻ എങ്ങനെ ശ്രദ്ധിക്കാം? അതായത് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഓപ്ഷണൽസ് ഓഫർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഓറിയൻറ്റേഷൻ, ഡെമോ ക്ലാസ്സസ് ഒക്കെ തരുന്നുണ്ടാവും. ഈ ഓറിയൻറ്റേഷനും ഡെമോ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആ ഓപ്ഷണൽസിൻ്റെ സിലബസ് ഒന്ന് വായിക്കാം. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഒരു ചാപ്റ്ററൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷനുമായിട്ടൊരു ബന്ധം തോന്നും. ആ ഓപ്ഷനിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് സപ്പോർട്ടുണ്ട്, അത് നല്ല ടെസ്റ്റ് സീരീസും ഗൈഡൻസും ഉണ്ട്. അത് പഠിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഓപ്ഷൻ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ വർഷവും ഓപ്ഷൻസ് മാർക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് കോൺസ്റ്റൻ്റ്ലി മാറ്റിക്കൊണ്ടിരിക്കരുത്. ഓരോ ഓപ്ഷനിൽ ഫിക്സ് ചെയ്താൽ സ്റ്റിക്ക് ടു ദാറ്റ്. ഓക്കെ, സോ ഒത്തിരി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മളെടുക്കുന്ന ഓപ്ഷനിൽ. കാരണം നമ്മളൊരു ഓപ്ഷനിൽ കുറേ മുന്നോട്ട് പോയിട്ട് നമുക്ക് ആ ഓപ്ഷനിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സ്ട്രഗിൾ. ഓപ്ഷനിൽ നല്ല മാർക്ക് കിട്ടാതെ ഒരു ടോപ്പ് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.